നമുക്കിന്നൊരു ചിക്കൻ ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ വേവിച്ചിട്ട് കുറച്ച് ഉപ്പും മുളക് പൊടി മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് അത് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ടൊമാറ്റോ സോസും ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ്. പിന്നെ കുറച്ച് സവോള അരിഞ്ഞത്, പിന്നെ നമ്മുടെ ദോശമാവ്. ഇത്രയും നമുക്ക് ചിക്കൻ ദോശ ഉണ്ടാക്കാൻ. ഞാൻ ഇവിടെ എങ്ങനെയാണ് ഇത്രയും സിമ്പിളായിട്ട് ചിക്കൻ ദോശ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ഒരു അര സവോള എടുത്തേക്കണം. അതിൽ ഒരു ടേബിൾ സ്പൂൺ ഇത്രയും സവോള എനിക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ വേവിച്ച് ഷ്രെഡ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അതൊന്ന് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ടല്ല, ചെറുതായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള സോസും മുളക് പൊടിയും കൂടിയുള്ള കൂട്ടും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇത് ഒരു 2 മിനിറ്റും കൂടി 2 മിനിറ്റ് ഒന്നും വേണ്ട, 1 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ദോശയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ദോശപ്പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ ദോശമാവ് വെച്ചെടുത്ത് ദോശ കത്തിക്കും. ഞാനത് ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് വലിഞ്ഞ് വരുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണയോ ബട്ടറോ നെയ്യോ വേണമെങ്കിൽ തൂവി കൊടുക്കാം. എനിക്കത് ഈ ചിക്കൻ ദോശയുടെ കൂടെ ഇഷ്ടമില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും തൂവി കൊടുക്കണില്ല. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചിക്കൻ്റെ മിക്സ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ചീസ് ദോശ വേണ്ടതെന്ന് വെച്ചാൽ ഈ സമയത്ത് കുറച്ച് ഷ്രെഡഡ് ചീസോ അല്ലെങ്കിൽ ചീസിൻ്റെ സ്ലൈസോ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കണം സിമ്മിലിട്ടിട്ട്. പക്ഷേ ഞാനിവിടെ ചീസ് ദോശ എല്ലാം ഉണ്ടാക്കുന്നത് കാരണം കൊണ്ട് ഒരു 2 മിനിറ്റ് ഇത് മൂടി വെക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം കഴിയുമ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ അരിഞ്ഞു വെച്ച സവാള ഉണ്ടല്ലോ, അത് പച്ച സവാള അങ്ങനെ തന്നെ മുകളിലിട്ടിട്ട് നമുക്ക് ദോശ പാനിൽ നിന്ന് എടുക്കാം. അപ്പോൾ ചീസ് ദോശ ആണെങ്കിൽ മാത്രം ചീസ് ഇട്ടിട്ട് മൂടി വെച്ച് കുറച്ച് നേരം കൊടുക്കണം. ഇപ്പോൾ നമുക്ക് ചീസ് ദോശ ഇല്ലാത്തതുകൊണ്ട് ഇനി സവോള അരിഞ്ഞതിട്ടിട്ട് നമുക്കിത് മടക്കി മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സവോള ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ചിക്കൻ ദോശ ഇങ്ങനെ ഉണ്ടാക്കി നോക്കട്ടോ, അടിപൊളി ടേസ്റ്റാണ്. വേറെ ഒന്നും വേണ്ട, നമുക്ക് ഇത് മാത്രം കഴിക്കാം, കറിയോ വേറെ ഒന്നും വേണ്ട. സൂപ്പർ ടേസ്റ്റാണ്.